എന്താണ് ഞാൻ നോക്കുക അതാണ് ലാൽ സാറിന്റെ ഫ്ലാറ്റ് ആണത്. അപ്പൊ ഇവിടെ എണീക്കുമ്പോ രാവിലെ ഇങ്ങനെ ഞാൻ വിളിക്കും ലാൽ സാർ എന്ന് വിളിക്കും. ശ്രീനിവാസൻ സാർ എപ്പോഴും ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ അതിന് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കും. വിനീതേട്ടൻ ബേസിക്കലി ഭയങ്കര സൈലന്റ് ആൻഡ് കൂട്ടായി കഴിഞ്ഞാൽ കുറെ കോമഡി. വിനീതേട്ടൻ പിന്നെ ഫുഡ് വാങ്ങിച്ചു തരുന്നത് ഈ ഉസ്താദാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈശ്വര അത് 2014 ഉണ്ടായതാണ്. ഇപ്പൊ ഇത് 3 ദിവസം അത് ഞാൻ ആക്ച്വലി അതെ ഭയങ്കര എല്ലാവരും വിളിച്ചു വെക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലേതാണ്. കണ്ണിന് കാഴ്ചയുണ്ട്. പെട്ടെന്ന് ഒരു ബ്ലൈൻഡ് ആയി. 3 months I was blind. അപ്പൊ പെട്ടെന്ന് അങ്ങനെ അതെന്താന്ന് അന്ന് ഡോക്ടേഴ്സ് വാസ് അവർക്ക് അറിയുണ്ടായിരുന്നില്ല. ഞാൻ ജീവിതത്തിനെ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് മോളെ. ലൈക്ക് എനിക്ക് അങ്ങനെ എന്ത് വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കോളേജ് അതൊരു ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പാടില്ല. മന്ത്ലി വൺസ് മാത്രമേ അലൗഡ് ഉള്ളൂ. നോ ഫോൺസ്, നോ TV, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ലോകത്തായിരുന്നു ഞാനൊരു 2006 മുതൽ 2014 വരെ. വിജയ് സേതുപതി സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് സാറിന് മീറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാവും വലിയ മെസ്സേജ് സാറ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പണ്ടത്തെ മെസ്സേജ് ഇപ്പൊ ഉണ്ടോ കയ്യില്? പഴയ ഫോണിലായിരുന്നു. ഇത് ടോപ്പിക് ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന എന്തൊരു സാധനം പ്രതിഫലനം. എടാ ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും കളർഫുൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോഴത് ഒരാളുടെ വീടിന്റെ മുന്നിലാണ്. അപ്പൊ നമുക്ക് പോയി ആളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, ഹലോ. എന്താണ് മൈക്കോട്ടെ? ഓക്കെ, എന്താ കുഴപ്പമില്ല. എന്റെ സ്റ്റുഡന്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സ്നേഹ ആണോ? ആരെവിടെ? സ്നേഹ ഹായ്. പ്രതീക്ഷിച്ചില്ല. വാ വാ. ഓക്കെ, പ്രാക്ടീസ് നടക്കുവാണോ ഇപ്പോ? കഴിഞ്ഞിട്ട് പോവാ. ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്, പുതിയ കുറെ വിശേഷങ്ങള്. അതെ, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കളർഫുൾ സ്റ്റോറീസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ശ്രുതി ചേച്ചി. ഹലോ, ഹായ്. അപ്പൊ 2025 വരെ നല്ലൊരു തുടക്കമാണല്ലേ? ഇപ്പൊ തിയേറ്റേഴ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം, സുഖാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഡാൻസ് സ്കൂൾ ഓപ്പൺ ആയി. അപ്പൊ അതിന്റെ രാജശ്യാമ. സോ എല്ലാം ഒരുമിച്ചായിരുന്നു. ഒരു 24th പടം റിലീസായി, 27th ഇതിന് ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ചേച്ചി ഇങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ് വിത്ത് തെറാപ്പി, അങ്ങനെ അത് ഇപ്പം അന്ന് പറഞ്ഞതൊരു 5 to 4 yearsനുള്ളിൽ അത് ആഗ്രഹം സാക്ഷാത്കരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിപ്പം പെട്ടെന്ന് 1 yearനുള്ളിൽ സാധിച്ചു തോന്നുന്നു. അപ്പൊ അതിനോട് വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഇത് ചെറിയൊരു സ്ഥാപനമാണ്. ഇതിന്റെ വലുതാണ് ഞാൻ പറഞ്ഞൊരു 4 to 5 yearsലുള്ള. അതിലേക്കുള്ള ബേബി സ്റ്റെപ്പിനുള്ള തുടങ്ങി വെച്ചു. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേറി വന്ന സമയത്ത് നല്ല എന്താ പറയാ, നല്ലൊരു ആക്ച്വലി നമുക്ക് അവിടെ പോവാം. ആ ലോണിൽ അവിടെ പോയി ചെയ്താലോ? അതെ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. നല്ല ഈവനിങ്, നല്ല ടൈമാണ്. അവിടെ നല്ലൊരു കായൽ, അത് കുണ്ടന്നൂർ പാലം അല്ലേ? അത് കുണ്ടന്നൂർ പാലത്തിന്റെ അടുത്ത് നല്ല കായലും പുഴയും ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലം അല്ലേ? ഇത് കണ്ടിട്ട് ഞാൻ നമ്മൾ എടുത്തിട്ടുള്ള വീടാണ്. ഓക്കെ. അപ്പൊ ചേച്ചി തൃശ്ശൂരിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും? അല്ല, ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ തന്നെ സ്ഥിരമാക്കി ഒരു 6 months ആയിട്ട് ഞാനിപ്പോ ഇവിടെയാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോഴും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് തന്നെ വന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ തന്നെ ആക്കി. പിന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു വീടൊക്കെ വേണം. ഇതാവുമ്പോ രാവിലെ തന്നെ എണീക്കുമ്പോ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഞാൻ നോക്കുക അതാണ് ലാൽ സാറിന്റെ ഫ്ലാറ്റ് ആണത്. അപ്പൊ ഇവിടെ എണീക്കുമ്പോ രാവിലെ ഇങ്ങനെ വിളിക്കും ലാൽ സാർ എന്ന് വിളിക്കും.
എന്റെ മെയിൻ പണിയാണത്. അപ്പൊ എനിക്കറിയില്ല എങ്ങനെ വരുന്നില്ല. പിന്നെ ഐഡന്റിറ്റി ലാൽ സാറിന്റെ ഫ്ലാറ്റാന്നുള്ളത്. സാറിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നുണ്ട്? അത് ക്രൗൺ പ്ലാസ. അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മൾ പറയണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ രാവിലെ എന്നും ഹായ് പറയുന്ന ഒരാളാണ്. ഐ ഡോണ്ട് നോ വെദർ ഹീസ് ദേർ ഓർ നോട്ട്, ബട്ട് സ്റ്റിൽ. അതുപോലെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു വിജയ് സേതുപതി സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് സാറിന് മീറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാവും വലിയ മെസ്സേജ് സാറ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പണ്ടത്തെ മെസ്സേജ് ഇപ്പൊ ഉണ്ടോ കയ്യില്? പഴയ ഫോണിലായിരുന്നു. ആണോ? ഇൻസ്റ്റഗ്രാമിലാണോ വാട്സാപ്പിലാണോ? വാട്സാപ്പില് ഞാൻ ചെന്നൈയിലുള്ള സമയത്തായിരുന്നു ഞാൻ ചെയ്തത്. ആണോ? സാർ അപ്പം റിപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ സാറിന് മകളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കും സാറിനോട് അത്രയും ഒരു ഇഷ്ടം? ഓൾവേസ് ഫീൽ ഹീസ് എ ഭയങ്കര ജെന്യുവിൻ റോ മനുഷ്യനാണ്. ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ടും. സോ അങ്ങനത്തെ ഒബ്വിയസ്ലി ഈസ് എ വണ്ടർഫുൾ ആക്ടറും പ്ലസ് ഈ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓരോരോ തിയറീസ് ഉണ്ട് ആളുടെ. അത് മനുഷ്യനായിട്ടുള്ള ഓരോ തിയറീസ് ആണ്. അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ അവിടെ പോയിരുന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഈ നേരത്തെ ഈവനിങ് അല്ലേ, നല്ല ഈവനിങ് ലൈറ്റ്സ്. നമുക്ക് അവിടെ പോയിരുന്ന് കുറച്ചും കൂടെ കായലും പച്ചപ്പും എന്തൊക്കെ വടക്കൻ കാറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ചേച്ചിയുടെ ഏരിയ അല്ലേ? യെസ്, ഞാൻ മിക്ക ദിവസം ഇവിടെ അങ്ങനെ വന്ന് ഇരിക്കും. രാവിലെ നടക്കാൻ പോകും. ഞാൻ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും കുറച്ചു നേരം. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാ? അതിന്റെ അടിയിൽ. ഏതാ? അവിടെ ആ സ്പോട്ട്. നമുക്കപ്പോ അവിടെ ഇരിക്കാം അല്ലേ? ഓക്കെ, ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട സ്പോട്ടിലാട്ടോ നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ഇല്ല, അവിടെ എപ്പോഴും ഇങ്ങനെ പൂവ് ഇങ്ങനെ വീണ് നല്ല രസാ. അതെ, ഇവിടെ ഇരിക്കാം അല്ലേ? ഓക്കെ, നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കാല് കുറച്ച് വേദന, വേറെ കുഴപ്പമൊന്നുമില്ല. വികലാംഗി ഒന്നും കേട്ടോ, കാല് കുറച്ച് വേദന. ഓക്കെ, ഇപ്പൊ കമന്റ് വരും പ്രായമായോണ്ടാ. മറ്റേ ഇപ്പത്തെ വൈബ് തള്ള വൈബ് എന്ന് പറയുന്നത് അല്ലേ പറയുന്നേ? നമ്മള് ചേച്ചി നമ്മള് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് ചേച്ചിയുടെ മൂവി അങ്കമാലി ഡയറീസ്. അതും ലിജോ ചേട്ടന്റെ അതൊരു ബ്രാൻഡാണ് ശരിക്കും അല്ലെ? ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രാൻഡാണ്. അതിനകത്ത് ആ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ഓഫീസറിന്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു നാട്ടിൻ പുറത്ത് വളർന്നു വന്ന ഒരാള്. അത്രയും എന്താ പറയാ, അങ്കമാലി ഡയറീസിലെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തനി അങ്കമാലി ഭാഷ പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത്ര എളുപ്പമായിരുന്നു? ഞാന് നാട്ടിൻപുറത്തല്ല, ഞാൻ വളർന്നത് 15 വയസ്സ് വരെ ഞാൻ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഫുൾ കലാക്ഷേത്രയിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കോളേജ്, അതൊരു ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പാടില്ല. മന്ത്ലി വൺസ് മാത്രമേ അലൗഡ് ഉള്ളൂ. നോ ഫോൺസ്, നോ TV, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ലോകത്തായിരുന്നു ഞാനൊരു 2006 മുതൽ 2014 വരെ. ആ ഒരു കൂട്ടുകാരും ആ ഒരു ഫ്രണ്ട് സർക്കിളും യൂട്യൂബ് എനിക്കാണ് 2000 കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫോൺ വരെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഞങ്ങള് ട്രിപ്പൊക്കെ US വി ഹാവ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മൾ US പോകുമ്പോൾ ഞാൻ അപ്പോഴാണ് വൈഫൈ ഒക്കെ കിട്ടുന്നത്. അപ്പൊ വൈഫൈയിലൊക്കെ ഞാൻ തുറക്കുന്ന യൂട്യൂബിലൊക്കെ എന്താ പറയാ, ഫുൾ ക്ലാസിക്കൽ മ്യൂസിക്കും കർണാടക ഈ രാഗവും ഇതൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് അങ്കമാലി ഡയറീസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ലൈക്ക് എന്താണ് വനിതാ പോലീസ് മൂവിയിലെ ആക്ടിങ് ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡാൻസിൽ, നൃത്തത്തിൽ നമുക്ക് എപ്പോഴും അഭിനയങ്ങളുണ്ട്, ഡാൻസ് ഡ്രാമാസ് ഉണ്ട്. അപ്പൊ അതിലങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡയലോഗായിട്ട് ചെയ്ത് ശാകുന്തളം എന്ന് പറഞ്ഞിട്ട് ഡ്രാമയാണ്. അതിൽ സാൻസ്ക്രിറ്റ് ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഡാൻസ് മിക്സ്ഡ് ആണ്, പക്ഷെ പക്ക തിയേറ്റർ അല്ല അത്. അപ്പൊ ഇതൊരു ഭയങ്കര എനിക്കൊരു എന്നെ സംബന്ധിച്ച് ചാലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു. അങ്ങോട്ട് പോയാലോ? അവിടെ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ട്രീ ആണ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ചേച്ചി ചെയ്ത ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അത്രയും ആ ക്യാരക്ടറിനെ സ്നേഹിച്ച്, അത്രയും ആ ഒരു ക്യാരക്ടറെ സ്നേഹിച്ചാൽ മാത്രമാണ് അത്രയും ഉൾക്കൊണ്ടിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ജൂണിലെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു മായ ടീച്ചർ ആ ഒരു ക്യാരക്ടർ നോക്കുവാണെങ്കിൽ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആഗ്രഹിക്കും അങ്ങനത്തെ ഒരു ടീച്ചറെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ? അല്ല, ഞാൻ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഒരു ക്യാരക്ടറിനെ മാത്രമെന്നല്ല, എനിക്ക് വരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും സ്നേഹിച്ചിട്ട് നമ്മൾ സ്നേഹിക്കണം. സ്നേഹിച്ച് താലോലിച്ച് ചക്കര എന്നൊക്കെ വിളിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം
അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടാക്കിയിരിക്കുന്ന രീതി, അത് കഴിഞ്ഞിട്ട് ടീച്ചറും സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്. കാരണം എല്ലാവരുടെ ഉള്ളിലും സ്കൂളിങ് ടീച്ചർ ഒരു മെയിൻ ഒരു നമ്മുടെ ഒരു മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്ന പോലെ അത് ഭയങ്കര ഒരു നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് അതുപോലത്തെ ഒരു ടീച്ചർ. കാരണം നമ്മൾ റോൾ മോഡലാണ്. കാരണം നമ്മൾ വീട് വിട്ടാൽ പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്ന സ്കൂളിലാണ്. തീർച്ചയായും. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ലൈഫിൽ പിന്നെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു എന്താ ഇപ്പൊ ഞാൻ ബേസിക്കലി ടീച്ചറും കൂടി ആയതുകൊണ്ടും കൂടി ആയിരിക്കാം ഞാൻ കുട്ടികളുടെ അടുത്ത് ഇപ്പൊ കണ്ടില്ലേ വെരി ഫ്രണ്ട്ലി. അപ്പൊ അതുകൊണ്ട് ആ ഒരു മായ ടീച്ചർ എന്നുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ലൈക്ക് ശരിക്കും ചേച്ചി അതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അധികം ചലഞ്ചിങ് അതായത് ഭയങ്കര നാച്ചുറൽ. എല്ലാവരും പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയത്. കാരണം ഞാൻ റിയലി എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നതും നമ്മളെപ്പോ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ മാത്രമാണ് അത് വിദ്യ വളരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ചോദിക്കാനും ഒക്കെയുള്ള ഫ്രീഡം കൊടുക്കുക. അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചിങ്ങനെ മസിൽ പിടിച്ചു അത് ഇവരും ടാസ്ക് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യില്ല. അവരും ഡെവലപ്പ് ചെയ്യില്ല, ഞാനും ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുള്ളത്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ ഇത് ചെയ്തതിൽ ഏറ്റവും എന്താ പറയാ എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പോവണ്ട, ആ ക്യാരക്ടർ ആണെങ്കിൽ കുറച്ച് നാളും കൂടെ അതിന്റെ ഷൂട്ട് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചത് ഏതാണ്? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും ഒരു പേഴ്സണൽ ഒരു കണക്ഷൻ ഈ ഒരു ക്യാരക്ടറിനോട് കൂടുതൽ തോന്നിയിട്ടുള്ള ക്യാരക്ടർ ഒന്നുമില്ല? അങ്ങനില്ല, ഒന്നുമില്ല. കാരണം ഒന്നും എന്റെ പേഴ്സണൽ അല്ല. എവറിത്തിങ് ഇസ് ഇപ്പൊ ജൂണിലെ ടീച്ചർ എന്ന് പറഞ്ഞാലും ടീച്ചർ ആണെന്നല്ലോ, അല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ടീച്ചർ. അല്ലാത്ത പക്ഷം ഞാനായിട്ട് ഒരു കണക്ഷനും ഒരു ക്യാരക്ടേഴ്സിനും ഇല്ല ബേസിക്കലി. പിന്നെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തെലുങ്കിലോ? അത് ഹിന്ദിയിലുണ്ടോ? അല്ല, ഹിന്ദി വെബ് സീരീസ് ആണ്. ദാറ്റ് ഈസ് ട്രെയിലർ ഓൺ അസാസിൻ. രാജീവ് ഗാന്ധി വധം ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കില്ലർ ചെയ്തത്. ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള മുഖം വെച്ചിട്ട് അത്ര വലിയ ക്രൂരത ചെയ്യാൻ പറ്റുന്നേ? അപ്പൊ അത് റിലീസായിട്ടില്ല. അതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നാഗേഷ് കുക്കുനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുടെ മൂവി വെബ് സീരീസ് ആണ്. ചേച്ചി കുറുക്കനില് നമ്മുടെ വിനീതേട്ടന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. എന്താണ്? റീന. അപ്പൊ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻപുട്ട് ഇടാനുള്ള ഒരു ഫ്രീഡം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ തീർച്ചയായിട്ടും. കാരണം വിനീതേട്ടൻ, അശ്വന്ത് ലാലും ഒക്കെ നമ്മുടെ അവര് ഭയങ്കര അശ്വന്തൊക്കെ ഭയങ്കര സ്റ്റേജ് പെർഫോമർ ആണ്. വിനീതേട്ടൻ നമുക്ക് അറിയാലോ, എല്ലാം വളരെ ഇത്രയും ശ്രീനിവാസ സാറിന്റെ മകൻ ഇങ്ങനെ സ്പോട്ടിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവര് എനിക്കും കൂടെ സ്പേസ് തരും. നമ്മൾ 3 പേരും കൂടെ ഡിസ്കസ് ചെയ്ത് എനിക്കും കൂടെ കംഫർട്ട് ആക്കിയിട്ടാണ് നമ്മൾ പല സീൻസും നമ്മൾ ചിലപ്പോൾ ഓൺ ദ സ്പോട്ടിലാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം സ്പേസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും തരും കേട്ടോ നമുക്ക്. ആ ഒരു നമ്മളെ എസ്പെഷ്യലി ബിഗിനർ എന്നല്ല, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാനൊക്കെ. കാരണം അത് ഒരാളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലല്ലോ. ഒരുപാട് ആൾക്കാരുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുക. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ സുഖമായിട്ടാണല്ലോ, നല്ല കംഫർട്ടായിട്ട് ജോളി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ഓക്കെ. ഇപ്പൊ കുറുക്കനിൽ തന്നെ നമ്മുടെ ശ്രീനിയേട്ടൻ വർക്ക് ചെയ്ത്, അപ്പം അദ്ദേഹത്തെ നമ്മൾ പണ്ട് തൊട്ടേ ഒരുപാട് മൂവീസിൽ എത്രയോ ഇപ്പം ലൈക്ക് സ്ക്രിപ്റ്റ് ആയാലും അദ്ദേഹത്തിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു ഫേവറേറ്റ് ആക്ടർ ആരാന്ന് വെച്ചാൽ പലരുടെയും മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു. പിന്നെ തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു സെറ്റില് ലൈക്ക് കുറെ നാൾക്ക് ശേഷം അഭിനയിക്കുമ്പോ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ആ ആരോഗ്യ അവസ്ഥ വെച്ചിട്ട് അദ്ദേഹം വരുന്നതും അഭിനയിക്കുന്നതും നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ അദ്ദേഹം ഒരുപാട് മാറ്റി. ആ സമയങ്ങളിൽ അഭിനയിക്കാൻ വന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൈൻഡിനെ എപ്പോഴും സമ്മതിക്കണം. യെസ്റ്റർഡേ ഓൾസോ ഐ തിങ്ക് ഒരു ജാതി, അതിന് ഞാൻ അതിന്റെ അല്ലെ ഒരു ജാതി ജാതകത്തിന് അതിന് പ്രിവ്യൂ സാർ വന്നിരുന്നോ? ഇല്ല, എന്തോ ഞാൻ എവിടെയോ വീഡിയോ കണ്ട പോലെ തോന്നി. ഞാൻ ആലോചിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പോഴും സ്പിരിറ്റ്, മനസ്സിലായോ? വീണ്ടും സിനിമ ചെയ്യാനും കാണാനും ആൾക്കാരെ കാണാനും ഉള്ള ഒരു ആർട്ടിസ്റ്റ് മൈൻഡാണ് അത്. അത് നമ്മൾ ശരിക്കും കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എത്ര നമുക്ക് ഇൽനെസ് വന്നാലും നമ്മുടെ ഉള്ളിലുള്ള ഒരു ആർട്ടിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് ഇസ് റിയലി. ഞാൻ അവിടെ ഇരിക്കാം.
അപ്രിഷിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ചേച്ചിയാണെങ്കിൽ വിനീതേട്ടന്റെ ഒപ്പവും ശ്രീനേട്ടന്റെ ഒപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടാളും എന്താ പറയാ ലൈക്ക് ഭയങ്കര ജോളിയാണ് നമ്മൾ സിനിമയിലായാലും അങ്ങനെ എന്താ പറയാ നമ്മൾ ഒരുപാട് വില്ലൻ വേഷങ്ങളിൽ ഇവരെ കണ്ടിട്ടില്ല. കൂടുതൽ എപ്പോഴും നമ്മൾ ചിരിപ്പിച്ചിട്ടാണ്. ഇപ്പൊ രണ്ടാളും ഇപ്പൊ ധ്യാൻ ചേട്ടനും ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ശരിക്കും സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെയാണ് അവര് ശരിക്കും അങ്ങനത്തെ. ശ്രീനിവാസൻ സാർ എപ്പോഴും ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അതിന് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കും. വിനീതേട്ടൻ ബേസിക്കലി ഭയങ്കര സൈലന്റ് ആൻഡ് കൂട്ടായി കഴിഞ്ഞാൽ കുറെ കോമഡി. വിനീതേട്ടൻ പിന്നെ ഫുഡ് വാങ്ങിച്ചു തരുന്നത് ഈ ഉസ്താദാണ്. എല്ലാ ദിവസവും നമ്മള് നന്നായി ഭക്ഷണം കഴിച്ചു. ബിരിയാണി, ഹി ലവ്സ് ബിരിയാണി. സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിരിയാണി കഴിക്കാറുണ്ട്. പിന്നെ ഹൈവിന്റെ ഒരു കേക്ക്, ഹണി കേക്ക് ഒക്കെ, മറ്റേ ബീ കേക്ക് ഇങ്ങനത്തെ ഒരു പോഷൻ, യെസ്, അത് മേടിച്ചു തന്നിട്ടുണ്ട്. ലൈക്ക് നമ്മളൊരിക്കൽ കളമശ്ശേരിയിൽ ഇവിടെ കഴിക്കാൻ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാവും, വിനീതേട്ടൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും. ബിരിയാണിയാണ് കൂടുതൽ നമ്മള് കഴിക്കാറ്. വിനീതേട്ടൻ ഇപ്പൊ പോവാണെങ്കിൽ പട്ടിണി ആവില്ല. ഇല്ലല്ലോ, അയ്യോ ഒരിക്കലും ആവില്ല. ഓക്കെ. അപ്പൊ ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പം എത്ര പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്? 30 മേലെ. പിന്നെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിനോടൊപ്പം തന്നെ അത്രയും പ്രിയപ്പെട്ട ഒന്നാണ് ഡാൻസ്. ഇപ്പൊ ഡാൻസിൽ ഇപ്പൊ നമ്മൾ അഭിനയത്തിനെ പറ്റിയും മൂവീസിനെ പറ്റിയും നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ അതുപോലെ ഇപ്പൊ രാജശ്യാമയാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പൊ ആ ഡാൻസ് വിത്ത് ഒരു തെറാപ്പി, ആ ഒരു ഐഡിയയുടെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ബ്രദർ സെർബൽ പാൾസി കുട്ടിയായിരുന്നു. ഹി വാസ് നോ മോർ. ഇപ്പം അവൻ 2013 മരിച്ചു. അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അച്ഛൻ പാട്ട് പാടുമ്പോഴും ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ അവനിലുണ്ടാവുന്ന ഒരു മാറ്റം ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ളതാണ്. അവൻ പെട്ടെന്ന് മെന്റലി ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോഴും ഡാൻസ് കാണുമ്പോഴൊക്കെ അവൻ ഫുൾ ബെഡ്രിഡൻ തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ ഹി യൂസ് ടു റിയാക്ട്. അപ്പോൾ മെന്റലി അത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും ബ്രെയിനിന്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു അറിവ്. പിന്നെ ഞാൻ ചെന്നൈയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ജനനി എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു കുട്ടി ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കോമ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് കുറച്ച് വീക്കായിരുന്നു. ഷി വാസ് കംപ്ലീറ്റ്ലി പാരലൈസ്, ലൈക്ക് കോമയിലായിരുന്നു. കുട്ടി നോർമലായി. അപ്പോൾ ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, അദ്ദേഹം ഡോക്ടർ പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ സെൻറ്റർ ഉണ്ട് ചെറുപ്പളശ്ശേരി. അദ്ദേഹം പറഞ്ഞു ഭരതനാട്യം പഠിപ്പിച്ച കുട്ടി ഓക്കെ ആവുമെന്ന് പറഞ്ഞു. ലൈക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി കോർഡിനേഷൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ഈവനിങ് ക്ലാസ് എടുക്കുമായിരുന്നു കലാക്ഷേത്ര. ഷീ ജോയിൻ മൈ ക്ലാസ്. ഒരു 1 ഇയറിനൊക്കെ ശേഷം ജനനി പ്രോപ്പർ നടക്കാനൊക്കെ തുടങ്ങി. കാരണം നമ്മൾ ഭരതനാട്യത്തിലാണെങ്കിൽ നമ്മളെപ്പോഴും ഏത് ഇന്ത്യൻ ക്ലാസിക് ഫോമിൽ നമുക്ക് 2 സൈഡും നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ സാധാരണ ഹ്യൂമൻ ബോഡി നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഡാൻസിലാണെങ്കിൽ ലെഫ്റ്റിൽ ഉപയോഗിക്കും. 2 റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോർഡിനേഷൻ ബ്രെയിൻ കോർഡിനേഷൻസും ഒക്കെ നമ്മൾ ഇരട്ടി വർദ്ധിക്കും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനസ്സിനെ പല കഥകളും നമ്മൾ ട്യൂൺ ചെയ്യിക്കുകയാണ് ഒരു വേൾഡിലേക്കും വേറൊരു ഫോമിലേക്കും. നമ്മളെ തന്നെ കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ്. അപ്പം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ മെഡിറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എവറിതിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. അപ്പം അങ്ങനെയാണ് തെറാപ്യൂട്ടിക്കലി ഇതിനെ കുറച്ച് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാനും അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ സ്പെഷ്യൽ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അതെൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, നോട്ട് ഫോർ ഇൻകം എനിത്തിങ്. എൻ്റെ സൊസൈറ്റിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അത് 2015 തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ ഇപ്പം അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സെൻറ്റർ വേണം, ട്രസ്റ്റ് വേണം എന്നൊക്കെ ആക്കി രാജശ്യാമ എസ് എ ട്രസ്റ്റ് ഫോമിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യണം. ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം, ഏബിൾഡ് ആക്കണം. കുറച്ച് ഹാപ്പിനെസ് ത്രൂ ഡാൻസ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ഡാൻസ് ചെയ്യണം. അതായത് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാവരും ജസ്റ്റ് ഫോർ ഡാൻസ് എന്നുള്ള ആൾക്കാർ. ജസ്റ്റ് അവരെവിടെയും പെർഫോം ചെയ്യാനൊന്നുമല്ല, അവരുടെ ഉള്ളിൽ സ്ട്രെസ്സ് മാറ്റാനായിരിക്കും. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ പണ്ട് ആഗ്രഹം ഉണ്ടായിരിക്കും ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അത് സാധിക്കാനാവാത്ത ആൾക്കാർ ഇപ്പോൾ വീണ്ടും പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് എവിടെയും പ്രൂവ് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ഫോർ അവർക്ക് അവരായിട്ടിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്പേസ്. അപ്പം അങ്ങനെയായിട്ടുള്ള പലതരത്തിലുള്ള ഒരു കോഴ്സുകളാണ് രാജശ്യാമയിൽ പ്ലാൻ ചെയ്യുന്നത്. ഒബ്വിയസ്ലി കലാക്ഷേത്ര സ്റ്റൈൽ ഓഫ് ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, പ്രൊഫഷണൽ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. പ്ലസ് ഇത്തരത്തിലുള്ള ഡാൻസിന് ഒരു പുതിയ ഒരു ന്യൂ ജനറേഷനിലേക്കും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള
കുറച്ച് പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റീസെന്റ് നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈശ്വര അത് 2014 ഉണ്ടായതാണ്. ഇപ്പൊ ഇത് 3 ദിവസം അത് ഞാൻ ആക്ച്വലി അതെ ഭയങ്കര എല്ലാവരും വിളിച്ചു വെക്കുന്ന കണ്ണിന് കാഴ്ചയില്ലേതാണ്. കണ്ണിന് കാഴ്ചയുണ്ട്. 2014 സംഭവിച്ചത്. എനിക്ക് അത് പെട്ടെന്ന് ഒരു ബ്ലൈൻഡ് ആയി. 3 months I was blind. അപ്പൊ പെട്ടെന്ന് അങ്ങനെ അതെന്താന്ന് അന്ന് ഡോക്ടേഴ്സ് വാസ് അവർക്ക് അറിയണ്ടായിരുന്നില്ല, എന്താ റീസൺ അറിയാൻ, സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തലവേദന വന്നിട്ട് അങ്ങനെ ആയതാണ്. അപ്പൊ അതിനുശേഷം തലവേദന ഇല്ലല്ലേ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് റാൻഡം ആയിട്ട് സംഭവിച്ചതാണ്. അപ്പം അന്ന് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരും ഹെൽപ്ലെസ് ആയിരുന്നു. പിന്നെ 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി പഴയ അപ്പം ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ വിചാരിച്ചു എനിക്ക് കണ്ടു കാണില്ല, പക്ഷെ ഐ കനോട്ട് ലീവ് ഡാൻസ്. അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗ്രാജുവലി അപ്പോൾ അതാ പറഞ്ഞ ഒരു ഹീലിങ്ങിന് എത്ര മാത്രം. അപ്പോൾ എൻ്റെ ഉള്ളത്തെ വിൽ പവർ ആയിരിക്കാം, ഞാൻ വീണ്ടും ഐ ഹാവ് ടു കം ബാക്ക് ടു സ്റ്റേജ് എന്നുള്ള എൻ്റെ ഒരു വിൽ പവർ ആയിരിക്കാം. അപ്പം അങ്ങനെ നമുക്ക് തന്നെ ഞാൻ മനസ്സിലാക്കി നമുക്ക് തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ അതിനുള്ള സമയവും ക്ഷമയും നമുക്കില്ല. ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ ബോഡി അങ്ങനെ തന്നെയാണ്. എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷമ ഇല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ബി പേഷ്യൻ്റ് എന്നാണ്. യു ഹാവ് ടു ലിസൺ അവർ ബോഡി എന്നാ പറയുക. ആ ബോഡിയെ ശ്രദ്ധിക്കാനോ ബോഡി കേൾക്കാനായിട്ടുള്ള സമയം ഇന്നത്തെ ആൾക്കാർക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സമയം ഞാൻ കൊടുത്തു. അപ്പൊ അത് തന്നെ റെഡിയായി. പെട്ടെന്നൊരു ദിവസം എണീക്കുമ്പോ കാഴ്ചയില്ല അറിയുമ്പോ ആ ഒരു നമ്മൾ ഇപ്പൊ ചേച്ചി ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും ആ ടൈമിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല. ഞാൻ ജീവിതത്തിനെ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് മോളെ. ലൈക്ക് എനിക്ക് അങ്ങനെ എന്ത് വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. ലൈക്ക് അത് അങ്ങനെ ഇപ്പം എൻ്റെ ബ്രദർ മരിച്ചു, അച്ഛൻ മരിച്ചു, ലൈക്ക് ലോട്ട് ഓഫ് ലോസസ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓക്കെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചിന്തിക്കണ്ടേ. അപ്പം ഞാനന്ന് അയ്യോ എൻ്റെ കാഴ്ച പോയിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിച്ചു. യെസ് ഐ ഹാവ് ടു ഡാൻസ്. അതില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഞാനല്ല, എനിക്ക് ഐഡന്റിറ്റി തന്നത് എൻ്റെ നൃത്തമാണ്. അപ്പം അത് ഓക്കെ ഫൈൻ. ഇപ്പം ഞാനന്ന് സുധാചന്ദ്രൻ എന്ന് പറഞ്ഞ മാമൊക്കെ ഉണ്ടല്ലോ, അപ്പം അവർ ആ സമയത്ത് കാല് നഷ്ടപ്പെട്ടപ്പോൾ ഷീ സ്റ്റാർട്ടഡ് അഗെയിൻ. അപ്പം അങ്ങനെ ഞാൻ പല മോട്ടിവേഷൻ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ ഹെലൻ കെല്ലർ അവരൊക്കെ ഞാനിങ്ങനെ നമ്മൾ ഒരുപാട് പണ്ടും കേട്ടും വളർന്നിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരൊക്കെ ഇൻസ്പയർ ചെയ്ത് യെസ് ഞാൻ ഡാൻസ് ചെയ്യും എന്ന് അങ്ങനെ ഞാൻ ഒരു വിശ്വാസത്തിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഐ റീഗെയിൻഡ്. അപ്പൊ ഇനി 2025 ഇപ്പം അമ്മ റിലീസായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാർമ റിലീസ് ആവാനുണ്ട് ഒരു വെബ് സീരീസ്. ഫാർമ നിവിൻ പോളി ഒരു വെബ് സീരീസ് PR അരുൺ ഡയറക്ട് ചെയ്തിട്ടുള്ള അത് റിലീസ്. അതിൽ എങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്? അതില് നിവിൻ പോളിന്റെ വൈഫായിട്ട് ചെയ്യുന്നത്. നിവിൻ പോളിക്ക് ഒരു 3 കാലഘട്ടം ഉണ്ട്. അപ്പൊ അതിലൊരു കാലഘട്ടത്തില് നിവിന്റെ വൈഫായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ലേച്ച് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തെലുഗു വെബ് സീരീസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഹിന്ദിയിൽ ഇറങ്ങിയിട്ട് തമിഴ് ഒരെണ്ണം ചെയ്തു, പക്ഷെ അത് റിലീസ് ആയിട്ടില്ല. ഒരു മൂവി തമിഴിലും കുറച്ച് എനിക്ക് തമിഴ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഭാഷ പഠിക്കണം. ആ ഒരു തമിഴ് എനിക്ക് അറിയാം, ചെന്നൈയിലായിരുന്നല്ലോ ഞാൻ. തെലുഗു ഞാൻ ഡബ് ചെയ്യും, ഞാൻ തന്നെ ഡബ് ചെയ്യുന്ന തെലുഗു ആണല്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഠിച്ച് ചെയ്യും. ലാംഗ്വേജ് എനിക്കൊരു ബാരിയർ അല്ല. അപ്പൊ ചേച്ചി ഒരു പ്രാങ്ക് കോൾ സെഗ്മെന്റിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ചാല്, ഇന്ന് എനിക്കൊരു ന്യൂസ് മീറ്റോ എന്തായിരുന്നു ന്യൂസ് ഡിബേറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറച്ച് ബിസിയാണ്, അപ്പം ഒന്ന് അറ്റൻഡ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വേണമെങ്കിൽ ഫോൺ എൻ്റെ കൊടുത്തു, നാളെ കോർഡിനേറ്റർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവം, കേരളത്തിലെ ഫ്രഞ്ച് വിപ്ലവം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലങ്ങൾ. എനിക്കറിയില്ല കേട്ടോ. ഫലങ്ങളോ പ്രതിഫലനങ്ങൾ. ചേച്ചി അപ്പം വിളിക്കുമല്ലേ? നമുക്ക് എന്താ പറയണ്ടേ നമ്മള്? നാളെ എനിക്കൊരു പ്രസ് മീറ്റ് ഉണ്ട്, അല്ല ന്യൂസ് ഇപ്പോ എന്നായിട്ടുള്ള ഡിബേറ്റ്. ഏത് ചാനലിലാ? മൈൽ സ്റ്റോൺ മേക്കർ. എടുക്കുന്നില്ല. യോഗല്ലമ്മണി. എടാ ഗൗരി, ശ്രുതിയാടാ, കേക്കുന്നുണ്ടോ? നീ എവിടെയുള്ളേ? വീട്ടിലാണോ? ഓക്കെ. എടാ ചെറിയൊരു ഹെൽപ്പ് വേണടാ. എന്താ വെച്ചാലേ എനിക്കൊരു പ്രസ് അല്ല, ഒരു ന്യൂസില് നമ്മളിങ്ങനെ ന്യൂസ് ഡിബേറ്റ് ഉണ്ടാവുമല്ലോ,
അപ്പൊ അതിനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ പക്ഷെ എനിക്ക് മറ്റേ എന്റെ മൂവിയില്ല അമ്മ എന്ന് പറഞ്ഞിട്ടില്ല, മൂവിന്റെ ഒരു ഷോ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതിന് പോണം. അപ്പൊ നിനക്കൊന്ന് വരാൻ പറ്റുമോ ഒരു ന്യൂസ് ഡിബേറ്റില്? അയ്യോ ഞാനില്ലടാ, ഞാൻ വേറെ കുറച്ച് പണിയിലാണ്. ആണോ? ഞാൻ ഇവിടെ അടുത്തൊരു റിപ്പോർട്ടർ ഉണ്ട്, അവർക്കൊന്ന് കൊടുക്കാം. അപ്പൊ അവരൊന്ന് തന്നെ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞേ. ഹലോ ചേച്ചി, ഈ ഹലോ ശ്രുതി ചേച്ചീനായിരുന്നു നമ്മൾ ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ പെട്ടെന്ന് എന്തോ പ്രിവ്യൂവിന് പോണം എന്ന് പറഞ്ഞേ. അപ്പൊ ഇത് ലാസ്റ്റ് മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അപ്പം ചേച്ചി സജസ്റ്റ് ചെയ്തത് ചേച്ചീനെയാണ്. അല്ല, ഇത് എന്തിന്റെയാണ് ഡിബേറ്റ്? ഇത് ടോപ്പിക് ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനം. പ്രതിഫലനം. എന്തോ കേട്ടില്ല. എടാ, ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം. ഫ്രഞ്ച് വിപ്ലവമാണോ? ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ഫ്രഞ്ച്. ഇല്ലടാ, ഒരു രക്ഷയില്ല. കാരണം എടാ, നീ അവിടെ ലൈവ് ഇങ്ങനെ ഓൺലൈൻ കയറിയാൽ മതി. കോള് കണക്ട് ചെയ്യാന്നപ്പോ ചേച്ചി റെഡി അല്ലേ? അതെന്നറിയോ, അതിന് പറ്റിയ സാഹചര്യമല്ല. വീട്ടിൽ 1-2 ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ അകപ്പെടെ ചേച്ചി 2-3 മിനിറ്റ് കയറിയാൽ മതി. ജസ്റ്റ് ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ചേച്ചിക്ക് അറിയാവുന്ന കുറച്ച് കാര്യം. ഞാനില്ല കാര്യമായിട്ട് പറഞ്ഞത്. ഒന്നാമത് ഞാനേ വടിയെടുത്ത് മേടിക്കുന്ന കുറച്ച്. അല്ല, ഇത് സിമ്പിൾ ടോപ്പിക് അല്ലേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, പക്ഷെ തെറിയൊക്കെ മൊത്തം ഞങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ ആക്ച്വലി അന്ന് തന്നെ അവൾക്കറിയില്ല. പക്ഷെ ചേച്ചി അന്ന് കണക്ട് ചെയ്യട്ടെ ഞാൻ. വേണ്ടടാ, അത് വേണ്ട. എനിക്കത് ഒട്ടും കംഫർട്ട് അല്ലാതെ. ഒന്നാമത് ഞാൻ തിരക്കിലാണ്, അപ്പൊ ഒട്ടും കംഫർട്ട് അല്ലാതെ. ആണോ? ഓക്കെ. എടാ, ഇത് പ്രാങ്ക് കോൾ ആയിരുന്നു. എനിക്ക് എന്റെ ഏറ്റവും അടുത്തൊരു സെലിബ്രിറ്റി ഫ്രണ്ടിനെ വിളിക്കാൻ ഒരു ഇന്റർവ്യൂ. നിനക്കൊരു പണി തരാൻ വേണ്ടിട്ട്. ചേച്ചിക്ക് അറിയോ ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നറിയോ? അല്ല, ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ചേച്ചി നമ്മുടെ ചാനലിൽ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്, സ്വർഗത്തിലെ കട്ടുറുമ്പ് അതിന്റെ പ്രൊമോഷന്റെ സമയത്ത്. ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി ഒന്നും പറയാനില്ലല്ലോ? ഫ്രഞ്ച് വിപ്ലവം 2018 ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ പേരാണ്. ഓക്കേടാ, സോറി ട്ടോ. താങ്ക് യു. എല്ലാത്തിനും കല്ലെടുത്തറിയ. ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന എന്തോ സാധനം ഒരാൾ വിളിക്കണോ, എന്റെ സ്റ്റുഡന്റ്. അവൾ ആദ്യം വിളിക്കാൻ നിന്നത്. ചേച്ചി ചോദിച്ചേക്ക് ഫ്രഞ്ച് വിപ്ലവം. മോളെ പൂർണിമേ, അടുത്ത സംശയം ചോദിക്കട്ടെ. എടാ, ഈ ഫ്രഞ്ച് വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്തൊക്കെയാ നിനക്ക് അറിയോ? പരീക്ഷയ്ക്ക് ലോഗിൻ ചെയ്യാൻ ഫ്രഞ്ച് വിപ്ലവം ലോകത്ത് കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം. എടാ, എനിക്ക് ഒരു ന്യൂസ് ഡിബേറ്റിന് കാരണടാ. എനിക്കൊന്നും അറിയില്ല. ചാറ്റ് ജിപിടി ഒന്നും പറഞ്ഞില്ല. നീ ഡോക്ടറല്ലേ, കുറച്ച് അറിവുണ്ടാവില്ലേ നിനക്ക്? എന്നാ പോയി എഴുതിക്കോട്ടോ. സ്നേഹ പോയി ഇന്റർവ്യൂല. അതെ അതെ, നമുക്ക് ഇനി നാളെ ലൈവില് കാണാം. എയറിൽ. ചേച്ചി, അപ്പം എന്താ പറയാ, നമ്മള് ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞു, ഒരുപാട് എന്താ പറയാ, ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ? ഇല്ല, ചെറുതായിട്ട്. ഓക്കെ. അപ്പം എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കായലിന്റെ അടുത്ത് നല്ലൊരു ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു. ഇനി ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സിൽ ചേച്ചിനെ കാണാൻ പറ്റട്ടെ. താങ്ക് യു. നിന്നെ പോലെ ഇത്ര സ്പീഡിൽ സംസാരിക്കാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിയോ? ഞാൻ റീലുണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഡബ് ചെയ്യാൻ നോക്കി, ഒന്നും പറ്റുന്നില്ല. അത് 1.5
അല്ല ഞാൻ അങ്ങനെ ടൂലാണോ അതോ 1.5? ഓക്കെ ചേച്ചി. നൈസ്, ഇറ്റ് വാസ് നൈസ്. ഓക്കെ, Thank you, താങ്ക് യു so much. താങ്ക് യു മൈൽ സ്റ്റോൺ മൂവി മേക്കേഴ്സ് അല്ലേ മൈൽ സ്റ്റോൺ താങ്ക് യു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ കുറേ നാളായിട്ട് വിളിക്കുന്നതാണ്. ഐ എം സോ സോറി ഫസ്റ്റ് ഓഫ് ഓൾ. എന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അവസാനം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങള് ഇന്റർവ്യൂ സാധിച്ചു. താങ്ക് യു സോ നല്ലൊരു ഇന്റർവ്യൂ, നല്ലൊരു ഇന്റർവ്യൂ. മച്ച്. ഓക്കെ.